Good afternoon. Okay, ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ആരും ഇല്ലേ ഒന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ മ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്താണ് ക്ലിനിക്കൽ ഡാറ്റ. ഓക്കെ കൃഷ്ണ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നേരത്തെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞപ്പോ ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ഞാൻ എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്താ പറഞ്ഞത്, മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. മുഴുവനായിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് നമുക്കത്. മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം അല്ലെ. രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത്തെ ഡാറ്റ എന്ന് പറഞ്ഞാല് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റയാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. പിന്നെ നമ്മൾ കണ്ടത് ക്ലിനിക്കൽ ഡാറ്റയാണ് അല്ലെ. ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്ത് ഏകദേശം നമുക്കൊരു 10-21 ഡാറ്റകള് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലെ. അതിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് പറഞ്ഞു. അതുപോലെ തന്നെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ. എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിഷ്യൻ ഓർഡർ, പ്രോഗ്രസ് നോട്ട്സ്, പിന്നെ പാത്തോളജി റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ? ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അതിനകത്താണ് ഓക്കെ, പാത്തോളജി റിപ്പോർട്ട്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. പാത്തോളജി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലാബ് റിപ്പോർട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ബയോളജിക്കൽ ഓക്കെ ഓൾമോസ്റ്റ് ചെയ്തില്ലേ. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് പാത്തോളജി റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാബ് റിപ്പോർട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മളത് പറഞ്ഞിരുന്നു. മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടിഷ്യൂ എക്സ്പെക്റ്റഡ് റിമൂവ്ഡ് ഫ്രം ദ പേഷ്യന്റ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സർജറി or a specialized procedure, that means biopsy അല്ലെ, to supply the tissue for pathological analysis. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, സർജറിയുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുന്നതോ പുറന്തള്ളുന്നതോ ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ടായിരുന്നു. ടിഷ്യൂ മാത്രമല്ല കേട്ടോ, എന്ത് വേണമെങ്കിലും സെല്ലുകളായിരിക്കാം, മറ്റേതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സുകളായിരിക്കാം. ഇവയുടെ എല്ലാം തന്നെ എന്താണ്, മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് ചെറുതും
വലുതുമായിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും അടങ്ങുന്നതാണ് എന്ത് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ. ലാബ് റിപ്പോർട്ട് തന്നെയാണ് അല്ലെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? റേഡിയോളജി റിപ്പോർട്ട്. റേഡിയോളജി റിപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. നമ്മൾ എടുക്കുന്ന എക്സ്റേസ്, സ്കാനുകൾ, CT സ്കാൻ, MRI സ്കാൻ അങ്ങനെയുള്ളതിന്റെയൊക്കെ വിശദാംശങ്ങളായിരിക്കും റേഡിയോളജി റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ് എക്സ്റേ, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി, സീറോഗ്രഫി ആൻഡ് അൾട്രാസോണോഗ്രഫി അല്ലെ. എക്സ്റേസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് സ്കാനിങ്സ് അല്ലെ, CT സ്കാൻ, അതുപോലെ തന്നെ MRI സ്കാൻ. പിന്നെന്താണ്? തെർമോഗ്രഫി. ഇതാണ് തെർമോഗ്രഫി എന്ന് പറഞ്ഞാല്. ടേം എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. ഈ പറയുന്ന നമ്മുടെ ശരീരത്തിലെ താപനില വ്യത്യാസങ്ങൾ കണ്ടെത്താനും വിഷ്വലൈസ് ചെയ്യാനും ഈ പറയുന്ന പ്രത്യേക ക്യാമറകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി തന്നെയാണ് കേട്ടോ തെർമോഗ്രഫി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനടുത്തുള്ള താപനിലയിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്താം, പിന്നെ അതിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന ഇമേജിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ തെർമോഗ്രഫി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീറോഗ്രഫി. സീറോഗ്രഫി എന്ന് പറഞ്ഞാൽ എക്സ്റേ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മളൊരു ഫോട്ടോ കോപ്പി എടുക്കുന്ന പോലെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സീറോഗ്രഫി. പിന്നെ ഈ പറയുന്ന അൾട്രാസോണോഗ്രഫി അല്ലെ, എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ് റിപ്പോർട്ടുകളൊക്കെയാണ് ഏതിനകത്ത് ഉൾപ്പെടുന്നത്? റേഡിയോളജി റിപ്പോർട്ട്സിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഈ പറയുന്ന തെർമോഗ്രഫി, സീറോഗ്രഫി, എക്സ്റേസ് ഒക്കെ ഏത് റിപ്പോർട്ടിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഏത് റിപ്പോർട്ടിനകത്താണത്? റേഡിയോളജി റിപ്പോർട്ടിനകത്താണ്. നിങ്ങളെല്ലാവരും അവിടെ ഇല്ലേ? എന്താണ് ആരും ഒന്നും ഇല്ലാതിരിക്കുന്നത്? ഓക്കെ അല്ലേ? നിങ്ങൾ ക്ലാസ്സിൽ എഴുതുന്നുണ്ടോ? ഓക്കെ, വളരെ കുറച്ച് പേര് മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത് കേട്ടാ. ഓക്കെ, എന്നാൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മിണ്ടണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. റേഡിയോളജി റിപ്പോർട്ട്സ് കഴിഞ്ഞു കേട്ടോ. അടുത്തതാണ് എന്ത്? കൺസൾട്ടേഷൻ റിപ്പോർട്ട് കേട്ടോ. കൺസൾട്ടേഷൻ റിപ്പോർട്ട് ആ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായിരിക്കും കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ. ഒരു രോഗിയുടെ അവസ്ഥയെ പറ്റിയിട്ട് ഡോക്ടർ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അല്ലെ കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് an opinion of അതെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ. അതന്നെ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആണ് അല്ലെ. കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് an opinion of a patient's condition by a specialized physician അല്ലെ. ഒരു രോഗിയുടെ അവസ്ഥയെ പറ്റിയുള്ള ഒരു ഡോക്ടറുടെ അഭിപ്രായം അല്ലെ, ഡോക്ടറുടെ രേഖപ്പെടുത്തലാണിത് കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അതർ ദാൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതർ ദാൻ എന്ന് എഴുതിയിട്ടുണ്ട്, അതൊന്നും വെട്ടിക്കളഞ്ഞു. അത് കയറി വന്നിട്ടാണ് കേട്ടോ. അതർ ദാൻ എന്നുള്ളത് വെട്ടിക്കളഞ്ഞുള്ളൂ. ഇങ്ങനെ വായിക്കാം. ദിസ് ഒപ്പീനിയൻ ഈസ് ഡിപെൻഡന്റ് upon the review of the patient's medical record, an examination of attending physician, the patient and a conference with the attending physician. എന്താണ് പറയുന്നത്? ഇത് നമ്മൾ ഈ ഒരു ഒപ്പീനിയൻ രേഖപ്പെടുത്തുന്നത് എന്തിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഒന്ന്, ഈ പറയുന്ന പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ റിവ്യൂ ചെയ്തിട്ട് അല്ലെ, അതിന് അവലോകനം ചെയ്ത്, അതുപോലെ രോഗിയുടെ പരിശോധനയിലൂടെ, പിന്നെ ഈ രോഗിയെ തന്നെ ചികിത്സിക്കുന്ന മറ്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരോടൊപ്പമുള്ള ഒരു കോൺഫറൻസ്, അവരുമായിട്ടുള്ള ചർച്ചയ്ക്കൊടുവിലാണ് ഡോക്ടർ എന്ത് ചെയ്യുന്നത്? ഈ രോഗിക്കായിട്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇപ്പൊ വെറുതെ ഒരു ഡോക്ടർ എഴുതി കൊടുക്കല്ല, പകരം ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകളെ മുഴുവനായിട്ട് റിവ്യൂ ചെയ്തും ആ രോഗിയെ പരിശോധിച്ചും കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് ഫൈൻഡിങ്സ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു മറ്റുള്ള എന്താ പറയുക, അവരെ കൺസൾട്ട് ചെയ്യുന്ന ഫിസിഷ്യൻസുമായിട്ട് കോൺഫറൻസിലൂടെ അവരുമായിട്ടുള്ള ചർച്ചയ്ക്കൊടുവിലാണ് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ കൺസൾട്ടേഷൻ റിപ്പോർട്ടായിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നത്? രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അറിയാലോ, അതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് കേട്ടോ. അടുത്തത് എന്താണ്? അനസ്തേഷ്യ റിപ്പോർട്ട് അല്ലെ. എന്തായിരിക്കും അനസ്തേഷ്യ റിപ്പോർട്ട്? നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അനസ്തേഷ്യ കൊടുക്കും അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇതിലുണ്ടാവും, ഈ ഒരു റിപ്പോർട്ടിനകത്ത് ശേഖരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് മെഡിക്കേഷൻ ബിഫോർ ഓപ്പറേഷൻ, the amount of concentration of anesthesia given, time given and effective. അതായത് എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തുന്നത്? ഒന്ന്, ഓപ്പറേഷന് മുമ്പ് കൊടുത്ത മെഡിക്കേഷൻ, അതായത് നമ്മൾ അനസ്തേഷ്യക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷന് മുമ്പായിട്ട് കൊടുത്ത മരുന്നുകൾ ഏതൊക്കെയാണ്. അതുപോലെ
the amount of concentration of anesthesia given, അല്ലെ എത്ര അളവിലാണ് അനസ്തേഷ്യ അവർക്ക് കൊടുത്തിട്ടുള്ളത്, ടൈം ഗിവൻ ഏത് സമയത്താണ് അനസ്തേഷ്യ കൊടുക്കുന്നത്, ഇഫക്റ്റ് അല്ലെ അതിന്റെ ആ ഒരു ഇഫക്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു അനസ്തേഷ്യ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, it also includes anesthetic agent, the amount, the technique used to execute it, the effect and the duration of the anesthetic, the temperature, pulse, respiration and blood pressure, etc. ഇതേ പോയിന്റ് തന്നെയാണ് കേട്ടോ പറയുന്നത്. അതായത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അനസ്തെറ്റിക് ഏജന്റ് അതായത് ഏത് അനസ്തേഷ്യ മെഡിസിൻ ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്, അതിന്റെ എമൗണ്ട് അല്ലെ അതിന്റെ എമൗണ്ട്, അതുപോലെ ടെക്നിക് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ഇറ്റ്, ഏത് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ടാണ് അനസ്തേഷ്യ നമ്മൾ രോഗിക്ക് കൊടുത്തത്. അനസ്തേഷ്യ നമുക്ക് ഓറലി കൊടുക്കാം, മാസ്ക് വഴി കൊടുക്കാം, IV ആയിട്ട് കൊടുക്കാം, ഇഞ്ചക്ഷൻ രൂപത്തിലൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ ഏത് രീതിയിലൂടെയാണ് അനസ്തേഷ്യ അവർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അതുപോലെ ഇഫക്റ്റ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് അനസ്തെറ്റിക്, അതായത് അനസ്തേഷ്യയുടെ ആ ഇഫക്റ്റ് എത്ര സമയത്തേക്കായിട്ടാണ്, എത്ര ഡ്യൂറേഷൻ ടൈം, എത്ര ടൈമിലോട്ടായിട്ടാണ് അനസ്തേഷ്യ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എന്താണ് രോഗിയുടെ ടെമ്പറേച്ചർ, അവരുടെ പൾസ്, റെസ്പിറേഷൻ അല്ലെ ശ്വസന നിരക്ക്, പിന്നെ ബ്ലഡ് പ്രഷർ അല്ലെ രക്തസമ്മർദ്ദം, ഇങ്ങനെയുള്ളതും കൂടെ ഏതിനകത്ത് രേഖപ്പെടുത്തും, അനസ്തേഷ്യ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചപ്പോ അതിൽ നമ്മൾ 3 ടൈപ്പ് അനസ്തേഷ്യ പഠിച്ചിട്ടുണ്ട് അല്ലെ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, ഈ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അനസ്തേഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യും, ഈ പറയുന്ന രോഗിയുടെ ബ്ലഡ് പ്രഷർ, പൾസ്, റെസ്പിറേഷൻ റേറ്റ് ഒക്കെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യും എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ എല്ലാം തന്നെ ഇതിനകത്ത് രേഖപ്പെടുത്തും. ഓക്കെ, ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഓക്കെ അല്ലേ, ശരി. അടുത്തതാണ് ഓപ്പറേഷൻ റിപ്പോർട്ട്. എന്തായിരിക്കും ഓപ്പറേഷൻ റിപ്പോർട്ട്? ഓപ്പറേഷൻ ചെയ്തതിന്റെ വിശദാംശങ്ങളായിരിക്കും ആ റിപ്പോർട്ടിനകത്ത് അല്ലെ. അത്രയും നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് കൺസെന്റ് ഫോർ സർജറി അല്ലെ, സർജറിക്ക് ആയിട്ടുള്ള അവരുടെ കൺസെന്റ്. പിന്നെന്താണ് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ കൺസെന്റിൽ നമ്മൾ പറഞ്ഞു അല്ലെ, രോഗിയുടെ സമ്മതത്തോട് എമർജൻസി കണ്ടീഷൻ ഒഴികെ ബാക്കി എല്ലാ സാഹചര്യങ്ങളിലും എന്താണ് രോഗിയുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാവൂ, ശസ്ത്രക്രിയ നടത്താനായിട്ട് പാടുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കൺസെന്റ് ഫോർ സർജറി, സർജറിക്കായിട്ടുള്ള സമ്മതം, അതുപോലെ പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ ആൻഡ് പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ട്സ് ആൻഡ് ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ അനസ്തേഷ്യക്ക് മുമ്പ്, അനസ്തേഷ്യ സമയത്ത്, അനസ്തേഷ്യക്ക് ശേഷമുള്ള എല്ലാ വിശദാംശങ്ങളും, എല്ലാ റിപ്പോർട്ടുകളും അതിനകത്ത് ഉണ്ടായിരിക്കും. അടുത്ത ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, ഒപ്പം എന്താണ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സിന്റെ റിപ്പോർട്ടും അതിനകത്ത് ഉൾപ്പെടുത്തും. ഓക്കെ, പിന്നെന്താണ് എ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഷുഡ് ബി റെക്കോർഡഡ് ബിഫോർ ദ സർജറി. അത് മാത്രമല്ല, നമ്മൾ സർജറിക്ക് മുമ്പായിട്ട് ഒരു പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് നിർബന്ധമായിട്ടും റെക്കോർഡ് ചെയ്തിരിക്കണം അല്ലെ. ഓപ്പറേഷന് മുമ്പ്, സർജറിക്ക് മുമ്പായിട്ട് ഓപ്പറേഷന് മുമ്പുള്ള ഒരു ഡയഗ്നോസിസ് ഉണ്ടല്ലോ, പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ്, അത് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. സർജറിക്ക് മുമ്പായിട്ട് തന്നെ, മുമ്പായിട്ട് ചെയ്യുന്ന കാര്യമാണ്, അത് മുമ്പായിട്ട് തന്നെ രേഖപ്പെടുത്തി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, പിന്നെന്താണ് ഇറ്റ് ഇൻവോൾവ്സ് ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ detection of both the normal and abnormal, the organs explored, procedures, sutures, drains and sponges used, name of surgeons and assistants. അപ്പോ ഒരു ഓപ്പറേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്ന എല്ലാത്തിന്റെയും വിശദാംശങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഡിറ്റക്ഷൻ ഓഫ് ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ, നോർമൽ ആയിട്ടുള്ളതും അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ഏതെല്ലാം ഓർഗൻസ്, ഏതെല്ലാം അവയവങ്ങളാണ് അവിടെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ നടപടിക്രമങ്ങള്, പിന്നെ സ്വിച്ചേഴ്സ്. സ്വിച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ, സ്റ്റിച്ചിങ് ആണ്, തുന്നലുകളാണ് കേട്ടോ, സർജറി ചെയ്യുമ്പോൾ നടത്തുന്ന തുന്നലുകള്. അതുപോലെ തന്നെ ഡ്രെയിൻസ് ആൻഡ് സ്പോഞ്ചസ് യൂസ്ഡ്, എന്തെല്ലാം ഡ്രെയിൻസ്, സ്പോഞ്ചസ് ഒക്കെയാണ് യൂസ് ചെയ്തത്. ഡ്രെയിൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ട്യൂബ്സുകളൊക്കെ തന്നെയാണ് കേട്ടോ. ട്യൂബ്സുകളാണ് നമ്മൾ ഈ പറയുന്ന ബോഡി ഫ്ലൂയിഡ്സും, ബോഡിക്കകത്തിൽ ഇരിക്കുന്ന ബോൺസിലൊക്കെ ഇരിക്കുന്ന ഈ പറയുന്ന എന്താ പറയാ ഫ്ലൂയിഡ്സും മറ്റുമൊക്കെ, സെക്രീഷൻസ് ഒക്കെ സക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന, റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ട്യൂബുകൾ തന്നെയാണ് കേട്ടോ ഡ്രെയിൻസ്. അതുപോലെ തന്നെ സ്പോഞ്ചസ്, ടിഷ്യൂസും മറ്റും ഒക്കെ യൂസ് ചെയ്യുമല്ലോ, അതൊക്കെ അതിന്റെ വിശദാംശങ്ങള്
അതുപോലെ നെയിം ഓഫ് സർജൻസ് ആൻഡ് അസിസ്റ്റൻസ്, സർജറി ചെയ്തിട്ടുള്ള ആളുകൾ, ഡോക്ടേഴ്സ്, അവരുടെ അസിസ്റ്റൻസിന്റെ പേരുകൾ അടക്കം എല്ലാ വിശദാംശങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തും, ഓപ്പറേഷൻ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പൊ അതെന്താ? ഓക്കെ, ഓപ്പറേഷൻ റിപ്പോർട്ടിൽ ഇത്രയും വേറൊന്നുമില്ല അതിനകത്ത് അല്ലെ. ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന എല്ലാ ഡീറ്റെയിൽസ്, ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള തൊട്ട് ഏറ്റവും മേജർ ഡീറ്റെയിൽസ് വരെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. ഓക്കെ, പിന്നെന്താണ് അടുത്തത്? റിക്കവറി റൂം റെക്കോർഡ്. ഇതാണ് റിക്കവറി റൂം റെക്കോർഡ്. നമുക്കറിയാം, നമ്മൾ സാധാരണ സർജറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് അവര് ഇങ്ങോട്ട് മാറ്റും പേഷ്യന്റിനെ റിക്കവറി റൂമിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. ആ ഒരു അനസ്തേഷ്യയുടെ ഇഫക്റ്റ്, സർജറിയുടെ ഇഫക്റ്റിനെയൊക്കെ ഒന്ന് ലെവലാവുന്നത് വരെ പേഷ്യന്റിനെ എവിടേക്കാണ് മാറ്റുന്നത്? റിക്കവറി റൂമിലോട്ടാണ് മാറ്റുന്നത് അല്ലെ. ആ ഒരു റിക്കവറി റൂമിലും റെക്കോർഡ് ഉണ്ടായിരിക്കും. ആ റെക്കോർഡിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് റെക്കോർഡ് from the time the patient leaves the operating room till he reaches the nursing room. അതായത് ഈ പറയുന്ന രോഗി ഓപ്പറേഷൻ റൂം വിടുന്നത് തൊട്ട് നഴ്സിംഗ് റൂം എത്തുന്നത് വരെയുള്ള എല്ലാ വിവരങ്ങളും കംപ്ലീറ്റ് റെക്കോർഡാണ്. എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡാണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറഞ്ഞാല് ഈ രോഗി ഓപ്പറേഷൻ തിയേറ്റർ വിടുന്നത് തൊട്ട് നഴ്സിംഗ് റൂം എത്തുന്നത് വരെയുള്ള, അതായത് റിക്കവറി റൂമിലുള്ള കാര്യങ്ങളാണ്. അവിടുത്തെ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട്, പൂർണ്ണമായിട്ട്, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്ത് വെക്കുകയാണ്? റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇതാണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? നഴ്സിംഗ് നോട്ട്സ്. ഇതാണ് നഴ്സിംഗ് നോട്ട്സ്. എന്തായിരിക്കും? ആരായിരിക്കും ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവാം? നഴ്സ് ആയിരിക്കും അല്ലെ. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെയാണുള്ളത് കേട്ടോ. നഴ്സിംഗ് നോട്ട്സിനകത്ത് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ നഴ്സസ് ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ്, കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൻ ടു ദ പേഷ്യന്റ് ആൻഡ് ദ പേഷ്യൻസ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്. ഇതെന്ന് പറഞ്ഞാല് നഴ്സിംഗ് നോട്ടാണ്. നഴ്സുമാരാണ് ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ പേഷ്യന്റിനെ പറ്റിയുള്ള നിരീക്ഷണം അല്ലെ, പേഷ്യന്റിന്റെ ഒബ്സർവേഷൻസ് ആരാണ് രേഖപ്പെടുത്തുന്നത്? ഒരു നഴ്സ് അവിടെ രേഖപ്പെടുത്താണ് അല്ലെ. എന്തെല്ലാം കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ആണ്, എന്തെല്ലാം പരിചരണങ്ങള്, ട്രീറ്റ്മെന്റുകളാണ് രോഗിക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഓരോ ട്രീറ്റ്മെന്റിനോടുള്ള രോഗിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു, ഇങ്ങനെ രോഗിയെ പറ്റിയുള്ള എല്ലാ ഒബ്സർവേഷൻസും അടങ്ങുന്നതാണ് നഴ്സിംഗ് നോട്ട് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ രോഗിയുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗി എങ്ങനെ പെരുമാറുന്നു എന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ ട്രീറ്റ്മെന്റിനോട് അവരുടെ ബോഡി എങ്ങനെയൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അപ്പൊ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഒബ്സർവേഷൻസ്, അവർക്ക് കൊടുത്തിട്ടുള്ള പരിചരണങ്ങള്, ട്രീറ്റ്മെന്റുകള്, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഓരോ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് പേഷ്യന്റിന്റെ റെസ്പോൺസുകള്, അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു നോട്ടിനകത്ത് രേഖപ്പെടുത്തും. ഓക്കെ, ഇറ്റ് നരേറ്റ്സ് ദ പേഷ്യൻസ് റിക്വയർമെന്റ്സ്, പ്രോബ്ലംസ്, കേപ്പബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ദ പേഷ്യന്റ് ബിഹേവിയർ. അത് ശരിക്കും പറഞ്ഞാല് ഒരു പേഷ്യന്റിന്റെ ബിഹേവിയർ അല്ലെ, ഒരു പേഷ്യന്റിന്റെ സ്വഭാവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ അല്ലെ, അവരുടെ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും. അപ്പൊ പേഷ്യന്റിന്റെ ആവശ്യകതകള്, അവരുടെ പ്രോബ്ലംസ്, അവരുടെ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ കേപ്പബിലിറ്റീസ്, അവരുടെ കഴിവുകൾ. അവരുടെ കഴിവ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു രോഗിയാണ്, ഒരു പേഷ്യന്റ് ആണ്, അവർക്ക് അവരുടേതായ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. അതോടൊപ്പം അവർക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടാവും, കേപ്പബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. പിന്നെ അവർക്കുള്ള പരിമിതികൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ളത് കേട്ടോ. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു എന്താണ് വിവരങ്ങള് ഈ ഒരു നോട്ടിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ്? ദിസ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ്സ് the statements of nursing measures which has to be taken to facilitate the medical care provided. ഇത് മാത്രമല്ല, ഒരു രോഗിക്ക് മെഡിക്കൽ പരിചരണം കൊടുക്കുന്നതിന് പിന്തുണയ്ക്കുന്ന എന്തെല്ലാം നഴ്സിംഗ് ആക്ടിവിറ്റീസുകളാണ് അവരെടുത്തിട്ടുള്ളത്. നഴ്സിംഗ് നോട്ടാണ്, നഴ്സ് രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അവർക്കൊരു മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ട് എന്തെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതിനെ പിന്തുണച്ചുകൊണ്ട് നഴ്സുമാർ എന്തെല്ലാം മെഷേഴ്സുകൾ എടുത്തിട്ടുണ്ട്, അവരെന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ്സുകളും ഈ ഒരു ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? നഴ്സിംഗ് നോട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു പേഷ്യന്റിന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. പേഷ്യന്റിന് നടത്തിയിട്ടുള്ള എല്ലാ നിരീക്ഷണങ്ങളും, പ്രത്യേകിച്ച് ആ പേഷ്യന്റിന് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്, കെയറിന്, അതുപോലെ അവരുടെ ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴത്തെ ആ ഒരു പേഷ്യന്റിന്റെ റെസ്പോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നത്. അത് മാത്രമല്ല, പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ, അവരുടെ പ്രോബ്ലംസ്, അവരുടെ കേപ്പബിലിറ്റി, ലിമിറ്റേഷൻസ് എല്ലാം അതിനകത്ത്
നോട്ട് രേഖപ്പെടുത്തും. പിന്നെ ഈ പറയുന്ന മെഡിക്കൽ പരിചരണം കൊടുക്കാനായിട്ട് പിന്തുണയ്ക്കുന്ന രീതിയിൽ നഴ്സുമാർ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ്, അവരുടെ മെഷേഴ്സ്, അവരെടുത്തിട്ടുള്ള ചികിത്സാ ക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ്സുകളും ഈ ഒരു നോട്ടിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? നഴ്സിംഗ് നോട്ട്സ് ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങളോട് എങ്ങനെ ഇതിന് ചോദ്യം വരാന്ന് വെച്ചാല്, ഓരോ റിപ്പോർട്ട് തന്നിട്ട്, ഒരു റിപ്പോർട്ട് എല്ലാം തരാം, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏത് റിപ്പോർട്ടിനാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, ഏത് റിപ്പോർട്ടിനാണ് ഇത് ഉൾപ്പെടുന്നത്? നിങ്ങളോട് ചോദിക്കുകയാണ്, പേഷ്യന്റിന്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ റിക്വയർമെന്റ്, പ്രോബ്ലംസ്, കേപ്പബിലിറ്റി, ലിമിറ്റേഷൻസ് ഒക്കെ ഏത് നോട്ടിനകത്താണ് ഉൾപ്പെടുന്നത്? അത് നഴ്സിംഗ് നോട്ട്സിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അങ്ങനെ ചോദിക്കാം കേട്ടോ. ഓരോ റിപ്പോർട്ടിൽ എന്തൊക്കെയാണെന്ന് തന്നിട്ട് ഇത് ഏത് റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നതാണ്. നിങ്ങളോട് ചോദിക്കുകയാണ് സിറോഗ്രഫി അല്ലെങ്കിൽ തെർമോഗ്രഫി ഒക്കെ ഏത് റിപ്പോർട്ടിലാണ് വരുന്നത്? പാത്തോളജി റിപ്പോർട്ടിലാണ് വരുന്നത്. സോറി, റേഡിയോളജി റിപ്പോർട്ടിനകത്താണ് വരുന്നത് അല്ലെ? ആ രീതിയിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, അടുത്തതാണ് TPR ചാർട്ട് കേട്ടോ. TPR ചാർട്ട് എന്താണ്? T എന്താണ്? ടെമ്പറേച്ചർ അല്ലെ? T എന്താണ്? ടെമ്പറേച്ചർ. P എന്താണ്? P എന്താണ്? പൾസ് അല്ലെ? P പൾസ് ആണ്. R എന്ന് പറയുന്നത് എന്താണ്? റെസ്പിറേഷൻ ആണ് അല്ലെ? അപ്പൊ ഈ 3 കാര്യങ്ങളായിരിക്കും അവിടെ രേഖപ്പെടുത്തുന്നത്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ? ഇതൊക്കെയാണ് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ മെഷർമെന്റ്സ് ആർ ലിസ്റ്റഡ് ഇൻ ദിസ് ഫോം. ഓക്കെ, TPR ചാർട്ടിനകത്ത് എന്തൊക്കെയാ ഉണ്ടാവാം? ടെമ്പറേച്ചർ ഉണ്ടാവും, പ്രഷർ ഉണ്ടായിരിക്കും, റെസ്പിറേഷൻ മെഷർമെന്റ്സുകളായിരിക്കും ഈ ഒരു ചാർട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, TPR ചാർട്ട് മനസ്സിലാവും. TPR T എന്താണ്, P എന്താണ്, R എന്താണുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം TPR P stands for എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പൾസ് ആണ്. ഓക്കെ, R for റെസ്പിറേഷൻ ആണ്, T for ടെമ്പറേച്ചർ. ഓക്കെ, അടുത്തതാണ് മെഡിക്കേഷൻ ഷീറ്റ്. എന്തായിരിക്കും മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? നാലഞ്ച് പറഞ്ഞ എന്തായിരിക്കും മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്? അതായത് മരുന്നുകളെ പറ്റിയുള്ളതായിരിക്കും അല്ലെ? മരുന്നുകളെ പറ്റിയുള്ള വിവരങ്ങളായിരിക്കും മെഡിക്കേഷൻ ഷീറ്റിനകത്ത് ഉണ്ടായിരിക്കുക. നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ മെഡിസിൻസ് ഗിവൺ ഓറലി, ടോപ്പിക്കലി, ബൈ ഇൻഹേലേഷൻ ആൻഡ് ഇൻഫ്യൂഷൻ. ഓറലി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താം കേട്ടോ. അപ്പൊ എന്താണ് മെഡിക്കേഷൻ ഷീറ്റ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ ഈ പറയുന്ന രോഗികൾക്ക് ഇൻഹേലേഷനിലൂടെയും ഇൻഫ്യൂഷനിലൂടെയും അതുപോലെ ഓറലി നമ്മൾ കൊടുത്തിട്ടില്ല അല്ലെ? നമുക്ക് പല രീതിയിൽ മരുന്നുകൾ കൊടുക്കാം, ആയുർവേദിക് മരുന്നുകൾ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഇൻഹേലേഷൻ അല്ലെ, ഈ പറയുന്ന നെബുലൈസേഷൻ ഒക്കെ ചെയ്യാറില്ലേ? അതൊക്കെ ഇൻഹേലേഷൻ വഴിയാണ് നമ്മൾ ആ മെഡിസിൻസ് പേഷ്യൻസിന് കൊടുക്കുന്നത്. അതുപോലെ ഇൻഫ്യൂഷൻ അല്ലെ, നമ്മളിപ്പോ ഇഞ്ചക്ഷൻ വഴിയായിട്ട് ഐ വി ത്രൂ ആയിട്ടൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. പിന്നൊരു വാക്ക് ഇവിടെ കാണാം, ടോപ്പിക്കലി. എന്താണ് ടോപ്പിക്കലി എന്ന് പറഞ്ഞാല്? ടോപ്പിക്കലി എന്ന് വെച്ചാൽ ദ മെഡിസിൻസ് ഗിവൺ ഡയറക്ട്ലി ഇൻ ടു ദ സ്കിൻ ആണ്. ഈ മെഡിസിൻസ് ഡയറക്ട്ലി അപ്ലൈ ടു ദ സ്കിൻ ഓർ മ്യൂക്കസ് മെമ്പറൈൻ. നമ്മുടെ ഈ പറയുന്ന സ്കിന്നിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആവരണങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന ആന്തരിക അവയവങ്ങളിലേക്കുള്ള കവറേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പ്രധാനമായിട്ട് സ്കിന്നിലേക്കൊക്കെ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട് അല്ലെ? നമുക്ക് സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ചില ഓയിൻമെന്റ്സുകളൊക്കെ നമ്മൾ നേരിട്ട് സ്കിന്നിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് തന്നെയാണ് അല്ലെ? അതാണ് അവിടെ പറഞ്ഞത്. ഓറലി ആയിട്ട് കൊടുക്കാം, ടോപ്പിക്കലി അല്ലെ, നേരിട്ട് നമുക്ക് ഡയറക്ട്ലി അപ്ലൈ ടു ദി സ്കിന്നിലോട്ട് നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ ബൈ ഇൻഹേലേഷൻ ആൻഡ് ഇൻഫ്യൂഷൻ അല്ലെ, അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഇൻഹേലേഷൻ ശ്വസനത്തിലൂടെ, അതുപോലെ തന്നെ ഇൻഫ്യൂഷൻ സിറിഞ്ച്, IV അങ്ങനെയൊക്കെ വഴിയായിട്ട് നമുക്ക് മരുന്നുകൾ കൊടുക്കാം. അത്തരം കൊടുക്കുന്ന മരുന്നുകളുടെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തുന്നതാണ് മെഡിക്കേഷൻ ഷീറ്റ്. എല്ലാ രീതിയിലും എങ്ങനെയൊക്കെ മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ അതിന്റെ എല്ലാ വിശദാംശങ്ങളായിരിക്കും മെഡിക്കേഷൻ ഷീറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ മെഡിസിൻസ് that are given orally, topically, by inhalation and infusion. Okay. പിന്നെന്താണ്? അത് മാത്രമല്ല, the date, time, name of drug, dose and route by which it was given are documented after the drug has administered. അപ്പോ ഇതുപോലെ നമ്മൾ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം ഏത് ദിവസമാണ് അല്ലെ, ഏത് ദിവസമാണ് ആ മരുന്ന് കൊടുത്തത്, ഏത് സമയത്താണ്, എന്ത് മരുന്നാണ്, മരുന്നിന്റെ പേര്, അതിന്റെ ഡോസ്, ഏത് റൂട്ടിലൂടെയാണ് ആ മരുന്ന്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓറലി കൊടുക്കാം, ഇൻഫ്യൂഷൻ വഴി കൊടുക്കാം, ഇൻഹേലേഷൻ വഴി കൊടുക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു.
ഏത് രീതിയിലാണ് ആ മെഡിസിൻസ് അവർക്ക് അഡ്മിനിസ്റ്റർ ചെയ്തത് എന്നതിന്റെ ഡേറ്റ്, ടൈം, ആ മരുന്നിന്റെ പേര്, ഡോസ്, ആ റൂട്ട് എല്ലാം തന്നെ കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തും. അത്രയേ ഉള്ളൂ മെഡിക്കേഷൻ ഷീറ്റ്. മെഡിക്കേഷൻ ഷീറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതാണ് മിസലേനിയസ് റിപ്പോർട്ട്സ്. ഇതിലൊന്നും പെടാത്ത ചില റിപ്പോർട്ടുകളാണ് മിസലേനിയസ് റിപ്പോർട്ട്സ് അല്ലെ. മറ്റ് റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ്? The specialized care units of the hospital, such as the ICU, അല്ലെ, intensive care unit, അതുപോലെ CCU, critical care unit എന്ന് പറയാം, cardiac care unit എന്നൊക്കെ പറയാം കേട്ടോ, etc. are included in this form. അല്ലെ, ക്രിട്ടിക്കൽ കെയർ ആണ് കേട്ടോ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയാം. അപ്പൊ ഈ പറയുന്ന ഹോസ്പിറ്റലിലെ ചില സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റുകളായിട്ടുള്ള ICU, അതുപോലെ തന്നെ CCU, അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മിസലേനിയസ് റിപ്പോർട്ട്സിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, നമ്മളിപ്പോ കാണുന്നത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റുകളുടെ ക്ലിനിക്കൽ ഡാറ്റയാണ് കേട്ടോ നമ്മൾ ഈ പറയുന്നത്. ഇന്നത്തെ ഒരു 10-21 ക്ലിനിക്കൽ ഡാറ്റകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണെന്ത്? ഫിസിക്കൽ തെറാപ്പി. അതാണ് ഫിസിക്കൽ തെറാപ്പി. ദാറ്റ് മീൻസ് ഫിസിയോതെറാപ്പി ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫിസിയോതെറാപ്പിയാണ്. നോക്കാം. ഇറ്റ് ഗീവ്സ് എ ഡിസ്ക്രിപ്ഷൻ of the assessments and treatments which include the use of exercise, heat, cold, water, electricity, ultrasound and physical needs to bring back the patient to the useful activity. എന്താണ് പറയുന്നത്? ഈ പറയുന്ന രോഗിയെ ഒരു പഴയ പ്രവർത്തനം, നമുക്കറിയാതെ നമ്മുടെ ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ സർവീസ് ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ഫിസിയോതെറാപ്പി അല്ലെ. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് രോഗിയെ ആ പഴയ അവസ്ഥയിലേക്ക്, അവരുടെ ഒരു യൂസ്ഫുൾ ആക്ടിവിറ്റിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഈ പറയുന്ന വ്യായാമങ്ങള്, പിന്നെ ഈ പറയുന്ന ഹീറ്റ്, കോൾഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട്, മറ്റ് ശാരീരിക മാർഗങ്ങൾ ഉപയോഗിക്കുന്ന അതിന്റെയൊക്കെ അസസ്മെന്റുകളും ട്രീറ്റ്മെന്റുകളുടെ ഒക്കെ വിശദാംശങ്ങളാണ് ഫിസിക്കൽ തെറാപ്പി അഥവാ ഫിസിയോതെറാപ്പി റിപ്പോർട്ടിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന്റെ കാര്യങ്ങളാണ്. നമ്മളത് എന്താണ്, രോഗിയെ ഒരു യൂസ്ഫുൾ, അവരുടെ ഒരു പഴയ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ വ്യായാമം ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ഹീറ്റ്, കോൾഡ്, വാട്ടർ, അങ്ങനെ പല ട്രീറ്റ്മെന്റ്സുകളും അവിടെ നടത്തുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട്, മറ്റ് ശാരീരിക മാർഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ അസസ്മെന്റുകള്, അത്തരം ട്രീറ്റ്മെന്റ്സുകളുടെ ഒക്കെ വിശദാംശങ്ങളാണ് ഈ ഫിസിയോതെറാപ്പി അഥവാ ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ ഇത്? അടുത്തതാണ് സോഷ്യൽ സർവീസ് ഡാറ്റ. എന്താണ് സോഷ്യൽ സർവീസ് ഡാറ്റ? എന്തായിരിക്കും ഇത്? ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് പ്രോബ്ലംസ് ഐഡന്റിഫൈഡ് ബൈ ദ പേഷ്യന്റ്, ഹിസ് ഫാമിലി ആൻഡ് ദ സോഷ്യൽ വർക്കർ അല്ലെ. ഈ പറയുന്ന രോഗിയുടെ കുടുംബാംഗങ്ങളും ഈ മറ്റ് സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ അവരൊക്കെ എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്ന സാമൂഹികമായിട്ടുള്ള രോഗിയുടെ തന്നെ സാമൂഹികമായിട്ടുള്ള അവരുടെ ചുറ്റുപാട്, അവരുടെ പശ്ചാത്തലം, അതുപോലെ അവരുടെ പ്രോബ്ലംസുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സോഷ്യൽ സർവീസ് ഡാറ്റയ്ക്കകത്ത് ഉൾപ്പെടുത്തുക. പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, സോഷ്യൽ സർവീസ് ഡാറ്റയാണ്. അപ്പം ഈ പറഞ്ഞ രോഗിയായാലും അവരുടെ കുടുംബാംഗങ്ങളായാലും മറ്റ് സോഷ്യൽ വർക്കർമാരൊക്കെ തിരിച്ചറിയുന്ന, അവര് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അവർ ഇടപെടുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല അപ്പൊ ആ രോഗിയുടെ പശ്ചാത്തലം, സാമൂഹികമായിട്ടുള്ള അവരുടെ ചുറ്റുപാട്, അവര് സമൂഹത്തിൽ നേരിടുന്ന ചില പ്രോബ്ലംസുകൾ ഉണ്ടാവും, വെല്ലുവിളികൾ ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റിയുള്ള വിശദാംശങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതാണ് സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഡിസ്ചാർജ് സമ്മറി. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, നമുക്കറിയാം അല്ലെ ഡിസ്ചാർജ് സമ്മറി എന്താണെന്നും അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് നമുക്കറിയാം. നോക്കാം. ഇറ്റ് ഈസ് എ ബ്രീഫ് റീക്യാപിറ്റുലേഷൻ ഓഫ് ദ പേഷ്യൻസ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാല്? ഇറ്റ്സ് എ ബ്രീഫ് റീക്യാപിറ്റുലേഷൻ ഓഫ് ദ പേഷ്യൻസ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. ഒരു ഹോസ്പിറ്റലില് ഒരു രോഗിയുടെ എന്താ പറയാ ആ ഒരു പരിചരണത്തിന്റെ ഒരു റീക്യാപിറ്റുലേഷൻ. റീക്യാപിറ്റുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? പുനരാവിഷ്കരിക്കുക, പുനരാഖ്യാനിക്കുക ഒക്കെയുള്ള അർത്ഥം, പുനരാവിഷ്കരണം അല്ലെ. ചുരുക്കി പറഞ്ഞ എന്താണ്? ആ ഹോസ്പിറ്റലിൽ ആ രോഗിയുടെ പരിചരണത്തിന്റെ ഒരു ബ്രീഫ് ഇതാണ് അല്ലെ, ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ്. ചുരുക്കത്തിൽ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ എല്ലാം ഒരു ചുരുക്കരൂപം അതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്ചാർജ് സമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ, നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം എക്സാമിനേഷൻസ്, പ്രൊസീജിയേഴ്സ്, തെറാപ്പീസ് ഗിവൺ and response, condition at the time of discharge and the instructions provided,
റിഗാർഡിംഗ് മെഡിക്കേഷൻസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഡയറ്റ് ആൻഡ് ഫോളോ അപ്പ് കെയർ അല്ലെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് അല്ലെ. ആ ഒരു ഡിസ്ചാർജ് സമ്മറിക്കകത്ത് അവർ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യാനുണ്ടായ കാരണം എന്താണ് അല്ല, അതിന്റെ കോസ്, അതിന്റെ റീസൺ ഉണ്ടായിരിക്കും. പിന്നെ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം എക്സാമിനേഷൻസ്, പ്രൊസീജിയേഴ്സ് അല്ലെ, അവരുടെ പരിശോധനയിലൂടെയും നടപടിക്രമങ്ങളിലൂടെയൊക്കെ കണ്ടെത്തിയിട്ടുള്ള ചില എന്താ പറയാ സ്പെഷ്യൽ ഫൈൻഡിങ്സ്, പ്രധാനപ്പെട്ട കണ്ടെത്തലുകള്, അവർക്ക് കൊടുത്തിട്ടുള്ള തെറാപ്പീസുകൾ അല്ലെ, ചികിത്സകൾ ഏതൊക്കെയാണ്, അതിന് അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു, പിന്നെ ഈ പറയുന്ന ഡിസ്ചാർജ് സമയത്ത് അവരുടെ അവസ്ഥകള്, പിന്നെ ഡിസ്ചാർജിന് ശേഷം അവർക്ക് നമ്മള് മെഡിക്കേഷൻസ് അല്ലെ, അവർക്ക് അവർ കഴിക്കേണ്ട മരുന്നുകളെ പറ്റി, അവർ ചെയ്യേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെ, ശാരീരിക വ്യായാമങ്ങളെ പറ്റി, അവർ ഫോളോ ചെയ്യേണ്ട ഡയറ്റിനെ പറ്റി അല്ലെ, അതിനെ പറ്റിയൊക്കെ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം എന്താണ്, എല്ലാത്തിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഡിസ്ചാർജ് സമ്മറി അല്ലെ. അതിൽ കൃത്യമായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആഫ്റ്റർ ഡിസ്ചാർജിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യണം, ഏതൊക്കെ മരുന്ന് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്തെല്ലാം വ്യായാമങ്ങളിൽ അവർ ഏർപ്പെടണം, ഏത് ഡയറ്റ് ഫോളോ ചെയ്യണം, ഇനി എപ്പോഴാണ് ഫോളോ അപ്പിന് വരുന്നത് എന്നുള്ളതുമായ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്താണ് രേഖപ്പെടുത്തുന്നത്, ഡിസ്ചാർജ് സമ്മറിക്കകത്താണ് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഇതോടുകൂടി കണ്ടന്റുകൾ അവസാനിക്കുകയാണ്. എവിടെ നിന്നാ തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലോ? നമ്മൾ പഠിച്ചത് ഇത്രയും നമ്മൾ പഠിച്ചത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റിനെ പറ്റിയാണ് കേട്ടോ. അതാണ് നമ്മൾ പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റ്. കണ്ടോ, കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്, ഇതാണ് നമ്മൾ ഇത്രയും പഠിച്ചത് കേട്ടോ. അപ്പൊ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. മെഡിക്കൽ റെക്കോർഡ്സുകളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് 2 കാറ്റഗറിയിലൂടെ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാറ്റഗറി എന്തായിരുന്നു? ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അതിനകത്തൊരു കണ്ടന്റ് ആണ്. പിന്നെ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പറയും അല്ലെ, എന്തെല്ലാമാണ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡാറ്റയിൽ വരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ക്ലിനിക്കൽ ഡാറ്റയാണ് അല്ലെ. രണ്ടാമത്തെ കാറ്റഗറി ക്ലിനിക്കൽ ഡാറ്റയാണ്. അതിനകത്ത് ഇത്രയും വരുന്നുണ്ട്. 23 എണ്ണം ഉണ്ട്. ശരിക്കും 21 എണ്ണം ഉള്ളൂ കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന്റെ പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നതും ലബോറട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നതും സെയിം ആണ്. ഒറ്റ പോയിന്റ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. അതുപോലെ ഇവിടെ ഓപ്പറേറ്റീവ് ഡാറ്റ, അത് തന്നെയാണ് ഓപ്പറേറ്റീവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. രണ്ടും സെയിം ആണ്. നോക്കുമ്പോൾ ഏകദേശം ഒരു 21 ക്ലിനിക്കൽ ഡാറ്റകൾ നമ്മൾ പറഞ്ഞു. ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റ് നമ്മൾ എടുത്തത് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ എടുത്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഒരു 2 മിനിറ്റ്സ് തരാം, ഒന്ന് വായിക്കും. വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, നമ്മുടെ സീറോഗ്രഫി അതുപോലെ തന്നെ തെർമോഗ്രഫി ഒക്കെ ഏത് റിപ്പോർട്ടിനകത്താണ് ഉൾപ്പെടുത്തുന്നത്? സീറോഗ്രഫി അതുപോലെ തന്നെ തെർമോഗ്രഫി, പിന്നെ CT സ്കാൻ, ഇതിന്റെ റിപ്പോർട്ട്സുകളൊക്കെ അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ഏത് റിപ്പോർട്ടിനകത്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഏത് റിപ്പോർട്ടിനകത്താണ് ഉൾപ്പെടുന്നത്? ഒന്ന് പറഞ്ഞേ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ആതിര, അഭിഷ്ണ, ജസ്നിയ കറക്റ്റ് ആണ്. സീജാമോൾ റേഡിയോളജി റിപ്പോർട്ടിനകത്താണ് അല്ലെ. ഓക്കെ, ഇത് റിപ്പോർട്ടിനകത്താണ് റേഡിയോളജി റിപ്പോർട്ട്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, റേഡിയോളജി റിപ്പോർട്ട്. ഇനി ഒരു രോഗി ഓപ്പറേഷൻ തിയേറ്റർ വിടുന്നത് തൊട്ട് നഴ്സിംഗ് റൂം എത്തുന്നത് വരെയുള്ള വിശദാംശങ്ങള് നമ്മൾ ഏത് റിപ്പോർട്ടിനകത്താണ് ഉൾപ്പെടുത്തുന്നത്? ഒരു രോഗി ഓപ്പറേഷൻ തിയേറ്റർ വിടുന്നത് തൊട്ട് ഒരു നഴ്സിംഗ് റൂം എത്തുന്നത് വരെയുള്ള വിവരങ്ങള് ഏത് റിപ്പോർട്ടിനകത്താണ് ഉൾപ്പെടുന്നത്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ആതിര, കൃഷ്ണ, ജസ്മിയ, ശരത്ത്
കറക്റ്റ് ആണ്. റിക്കവറി ഡാറ്റ അല്ലെ, റിക്കവറി റൂം റെക്കോർഡിനകത്താണ് ഇത് റെക്കോർഡ്. ലക്ഷ്മി കറക്റ്റ് ആണ് കേട്ടോ. റിക്കവറി റൂം റെക്കോർഡ്, ഓക്കെ അഫ്സൽ കറക്റ്റ് ആണ്. റിക്കവറി റൂം റെക്കോർഡ്സിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. ഫഹീം കറക്റ്റ് ആണ് കേട്ടോ. റിക്കവറി ഡാറ്റ അഥവാ റിക്കവറി റൂം റെക്കോർഡിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി ഒരു രോഗിയുടെ അവസ്ഥയെ പറ്റി ഡോക്ടറുടെ അഭിപ്രായങ്ങള് ഏത് റിപ്പോർട്ടിലാണ് രേഖപ്പെടുത്തുന്നത്? ഒരു രോഗിയുടെ അവസ്ഥയെ പറ്റിയുള്ള വിവരങ്ങള് ഒരു ഡോക്ടർ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പേരിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഓക്കെ, തെറ്റിപ്പോയി, നഴ്സിംഗ് നോട്ടല്ല കേട്ടോ. ഏതായിരിക്കും ഒരു രോഗിയുടെ അവസ്ഥയെ പറ്റിയുള്ള ഡോക്ടറുടെ അഭിപ്രായം? ഏത് റിപ്പോർട്ടാണ് അത്? കറക്റ്റ്. വിഷ്ണ, ശരത്, ആതിര, അക്ഷയ് കറക്റ്റ് ആണ്. കൺസൾട്ടേഷൻ റിപ്പോർട്ടാണ് അല്ലെ. ഇതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. മാറിപ്പോകുന്നുണ്ട് കേട്ടോ. വിഷ്ണ കറക്റ്റ് ആണ്, അഫ്സൽ കറക്റ്റ് ആണ് കേട്ടോ. കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ഓക്കെ കൺസൾട്ടേഷൻ റിപ്പോർട്ടാണ്. ആതിര, ശ്രീജ മോൾ അതാണ് അല്ലെ. ഇനി അടുത്തത് നമ്മള് നമ്മുടെ ടെമ്പറേച്ചർ, പ്രഷർ, റെസ്പിറേഷൻ ഇങ്ങനെയുള്ള മെഷർമെന്റ്സ് ഒക്കെ രേഖപ്പെടുത്തുന്നത് ഏത് റിപ്പോർട്ടിലാണ്? ഏത് റിപ്പോർട്ടിലായിരിക്കും? ടെമ്പറേച്ചർ, TPR, അതെ കറക്റ്റ് ആണ്. TPR ചാർട്ടിനകത്താണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് അല്ലെ. TPR ചാർട്ടിനകത്താണ് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അഫ്സൽ, രേഷ്മ, ഫഹീം, ശരത്, ആതിര, രേഷ്മ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് അഡ്മിഷൻ നോട്ട്, അതുപോലെ തന്നെ ഫൈനൽ നോട്ട്, പിന്നെ ഒരു നോട്ട് കൂടി ഉണ്ടല്ലോ, ഏതായിരുന്നു? ഫോളോ നോട്ട് അല്ലെ. ഈ 3 നോട്ട്സുകളും ഉൾപ്പെടുത്തുന്നത് ഏതിനകത്താണ്? അഡ്മിഷൻ നോട്ട്, അതുപോലെ തന്നെ ഫോളോ നോട്ട്, ഫൈനൽ നോട്ട്. ഈ 3 നോട്ട്സുകള് നമ്മൾ ഏതിനകത്താണ് ഉൾപ്പെടുത്തുന്നത്? സിജാമോൾ, ഡിസ്ചാർജ്, ഡിസ്ചാർജ് അല്ല, ഏത് നോട്ട്സിലാണ്? ഏത് ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്താണ്? പ്രോഗ്രസ് നോട്ട്, ഓക്കെ കറക്റ്റ് ആണ്. വിഷ്ണ കറക്റ്റ് ആണ്. പ്രോഗ്രസ് നോട്ട് അല്ലെ, നമ്മൾ പഠിച്ചു. പ്രോഗ്രസ് നോട്ട് ഇൻക്ലൂഡ്സ് അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട് ആൻഡ് ഫൈനൽ നോട്ട് അല്ലെ. ലക്ഷ്മി കറക്റ്റ് ആണ് കേട്ടോ. പ്രോഗ്രസ് നോട്ടിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. അതെ അതെ, അഫ്സൽ കറക്റ്റ് ആണ് കേട്ടോ. പ്രോഗ്രസ് നോട്ടിനകത്താണ്. അതുപോലെ ഒരു രോഗിയുടെ പ്രാഥമികമായിട്ടുള്ള രോഗനിർണയം നടത്താനായിട്ട് ഒരു ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ്? പറയാമോ? ഒരു രോഗിയുടെ പ്രാഥമികമായിട്ടുള്ള ഇനീഷ്യൽ ഡയഗ്നോസിസ് നടത്താൻ ഒരു ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്ന ക്ലിനിക്കൽ ഡാറ്റ ഏതാണ്? ഓക്കെ കറക്റ്റ് ആണ്. മറവ കറക്റ്റ് ആണ് കേട്ടോ. വിഷ്ണു, മെഡിക്കൽ ഹിസ്റ്ററിയാണ് അല്ലെ. ഇതാണ് മെഡിക്കൽ ഹിസ്റ്ററിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു രോഗിയുടെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൺഫേം ചെയ്യാൻ, ഡിസൈഡ് ചെയ്യാനായിട്ട് വേണ്ട വിവരങ്ങള് ഒരു ഡോക്ടർക്ക് ലഭിക്കുന്നത് ഏത് ക്ലിനിക്കൽ ഡാറ്റയിലൂടെയാണ്? ഒന്ന് പറയാമോ? ഏത് നമ്മൾ ഇനീഷ്യൽ ഡയഗ്നോസിസ് നടത്താനായിട്ട് ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്നത് മെഡിക്കൽ ഹിസ്റ്ററി, ഓക്കെ അത് കറക്റ്റ് ആണ്. ഇനി രോഗിയുടെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തീരുമാനിക്കാനായിട്ട് വേണ്ട വിവരങ്ങള് ഒരു ഡോക്ടർക്ക് ലഭിക്കുന്നത് ഏത് ക്ലിനിക്കൽ ഡാറ്റയിലൂടെയാണ്? കറക്റ്റ് ആണ്, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. മറന്ന, ജിസ്നിയ, ആതിര. ഫിസിക്കൽ എക്സാമിനേഷൻ ഏത് ഡാറ്റയിലൂടെയാണ്? ഫിസിക്കൽ എക്സാമിനേഷൻ. ഇതൊക്കെ ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് അല്ലെ. ക്ലിനിക്കൽ ഡാറ്റ, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. അഫ്സൽ, അഫ്സ ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത്, ഒരു രോഗിയുടെ പരിചരണത്തിന് വേണ്ടിയിട്ട് നഴ്സിന്, ഈ പറയുന്ന നഴ്സ്, മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക് ഡോക്ടർ കൊടുക്കുന്ന നിർദ്ദേശം, അതിനെ നമ്മൾ എന്താ പറയാ? അതായത് രോഗിയുടെ പരിചരണത്തിന് വേണ്ടിയിട്ട് നഴ്സുമാർക്കും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്താ പറയാ? ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. വിഷ്ണ, ഫിസിഷ്യൻസ് ഓർഡർ എന്താണ് പറയാ? ഫിസിഷ്യൻ ഓർഡർ. ഈ ഓർഡറും കൺസൾട്ടേഷനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് കേട്ടോ. ഓക്കെ, ജിസ്നി ആൻസർ കറക്റ്റ് ആണ്. ഫിസിഷ്യൻ ഓർഡർ ആണ് അല്ലെ. കൺസൾട്ടേഷൻ പക്ഷെ അതല്ല, രോഗിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് അല്ലെ. അതേസമയം ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു ഫിസിഷ്യൻ തന്റെ രോഗിയുടെ പരിചരണത്തിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് നഴ്സുമാർക്കും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കും കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമ്മുടെ ഈ പറയുന്ന ബയോളജിക്കൽ സ്പെസിമെൻസിലൂടെ ഡയഗ്നോസിസ് നടത്തുന്നത് അല്ലെ. അത് ഏത് റിപ്പോർട്ടിനകത്താണ് നമ്മൾ ഉൾപ്പെടുത്താം? നമ്മൾ ഈ ക്ലിനിക്കൽ സ്പെസിമെൻസിൽ നടത്തുന്ന ഡയഗ്നോസിസ് ഒക്കെ ഏത് റിപ്പോർട്ടാണ്, ഏത് ക്ലിനിക്കൽ ഡാറ്റയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഏത് ക്ലിനിക്കൽ ഡാറ്റയിലായിരിക്കും ഉൾപ്പെടുത്തുന്നുണ്ടാവാം? വിച്ച് ക്ലിനിക്കൽ ഡാറ്റ? പാത്തോളജി, ഓക്കെ കറക്റ്റ് ആണ്. ആതിര,
മറബ, അഭിഷ്ണ, ജിസ്നിയ, സീജാമോൾ കറക്റ്റ് ആണ്. പാത്തോളജി റിപ്പോർട്ടിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. പിന്നെന്താണ്? ഒരു രോഗിയുടെ സാമൂഹികമായിട്ടുള്ള അവരുടെ ചുറ്റുപാട്, പ്രോബ്ലംസുകള്, ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത് ഏത് ക്ലിനിക്കൽ ഡാറ്റയിലാണ്, ഏത് റിപ്പോർട്ടിനകത്താണ്? ക്ലിനിക്കൽ ഡാറ്റ എന്ന് ചോദിക്കാൻ കാരണം ക്ലിനിക്കൽ ഡാറ്റയിൽ വരുന്നതാണ് ഈ 1021 കേട്ടോ. ഏത് റിപ്പോർട്ടിനകത്താണ് നമ്മൾ ഉൾപ്പെടുത്താം? സോഷ്യൽ സർവീസ് ഡാറ്റ അല്ലെ, പേര് പറയുന്ന പോലെ തന്നെ സോഷ്യൽ സർവീസ് ഡാറ്റയ്ക്കകത്താണ് ഇത് ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ എന്താണ്? Who is responsible for the completion of progress notes? Who is responsible for the completion of progress notes? ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി? ആരാണ്? ഒരു രോഗിയുടെ പ്രോഗ്രസ് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? Who is responsible? ഫിസിഷ്യൻ അല്ലെ? അവര് കറക്റ്റ് ആണ് കേട്ടോ. ശ്രീലക്ഷ്മി, നസീം, നൗഷാദ്. നഴ്സ് അല്ല കേട്ടോ, നസീം ഡോക്ടർ ആണ് കേട്ടോ. രേഷ്മ കറക്റ്റ് ആണ്. അഫ്സൽ, അഭിഷ്ണ കേട്ടോ. കൺസൾട്ടന്റ് അല്ലെ, അവരെ ചികിത്സിക്കുന്ന ഫിസിഷ്യൻ ഓർ കൺസൾട്ടന്റ് ഡോക്ടർ, അവരാണ് പ്രോഗ്രസ് നോട്ട് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. പിന്നെ മെഡിസിൻസിനെ പറ്റി പറയുന്നത് മെഡിക്കേഷൻ ഷീറ്റിലാണ്. ചിലപ്പോ ഏത് ക്ലിനിക്കൽ ഡാറ്റയിലാണെന്നാവും നിങ്ങളോട് ചോദിക്കാം. കുറെ ക്ലിനിക്കൽ ഡാറ്റസ് തരും. PPR ചാർട്ട്, മെഡിക്കേഷൻ ഷീറ്റ്, മിസ്സലേറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ അതിനകത്ത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആ രീതിയിലാണ് അതിന് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ ആണ്, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ് കേട്ടോ. അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. ഇനി ഈ പറയുന്ന മെഡിക്കൽ ഫോം കണ്ടന്റ് പഠിച്ചു നമ്മള്. കുറെ മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനിയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഫോംസിന്റെ അസംബ്ലിംഗ്, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അസംബ്ലി. നമുക്ക് ഇത്രയും കണ്ടന്റുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളുണ്ട്, ക്ലിനിക്കൽ ഡാറ്റ തന്നെ ഒരു 10-21 ഒക്കെ ഉണ്ട് അല്ലെ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഇത് അസംബിൾ ചെയ്യുന്നത്, ഏത് രീതിയിൽ, ഇത് കണ്ടന്റുകളാണ് നമ്മൾ കണ്ടത്. ഈ പഠിച്ച കണ്ടന്റുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടന്റുകളൊക്കെ ഒരു മെഡിക്കൽ റെക്കോർഡിനകത്ത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അവര് കൂട്ടിച്ചേർത്ത് ഒരു മെഡിക്കൽ റെക്കോർഡാക്കി അവര് മാറ്റുന്നത്. ഓക്കെ, അത് തന്നെ കൂട്ടിച്ചേർത്തത് അത് തന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കാം, ദ അറേഞ്ച്മെന്റ് ഓഫ് ഫോംസ് വിത്ത് ദ ഫോൾഡർ ഈസ് ആസ് ഫോളോസ്. എങ്ങനെയാണ് അറേഞ്ച്മെന്റ് എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ്? ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്. ഈ ഒരു 4 രീതിയിലാണ്, ഈ രീതിയിലാണ് അതിനെ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഒരു സിസ്റ്റത്തിലായാലും ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ഫോൾഡർ നമ്മളൊരു പേഷ്യന്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിനകത്ത് ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ പറയുന്ന റിപ്പോർട്ടുകൾ, ഈ പറയുന്ന ഫോമുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഏതൊക്കെയാണ്? ഔട്ട് പേഷ്യന്റ് ഫോംസ്, കറസ്പോണ്ടൻസ് ഫോംസ്, ഇൻവെസ്റ്റിഗേഷൻസ് റിപ്പോർട്ട്, ഇൻപേഷ്യന്റ് റിപ്പോർട്ട്. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും അറേഞ്ച്മെന്റ്. അപ്പൊ എങ്ങനെയാണ് മെഡിക്കൽ റെക്കോർഡ് ഫോംസിന്റെ അസംബ്ലിങ്ങിന്റെ അറേഞ്ച്മെന്റ്? ഏത് രീതിയിലാണ്? ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്. ഓക്കെ, ആദ്യത്തെ എന്താണ്? ഇത് എളുപ്പമായിട്ട് അത് ജസ്റ്റ് വായിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഔട്ട് പേഷ്യന്റ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്തായിരിക്കും ഔട്ട് പേഷ്യന്റിനകത്ത് ഉണ്ടായിരിക്കാം? ഇറ്റ് കണ്ടെയ്ൻസ് ദ ഔട്ട് പേഷ്യന്റ് ഫോം ആൻഡ് ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിക്വയർഡ്. അത്രയേ ഉള്ളൂ. ഔട്ട് പേഷ്യന്റ് ഫോംസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഫോമുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ്, അത് ക്രോണോളജിക്കൽ ഓർഡറിൽ. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഡേറ്റിനനുസരിച്ച്, അതായത് ഏറ്റവും ആദ്യം തൊട്ട് അവസാനം ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ് എന്നുള്ള രീതിയിൽ ഓരോ വിത്ത് ഡേറ്റ് അനുസരിച്ച് നമ്മൾ കാലാനുസൃതമായിട്ട് കാലക്രമത്തിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കുകയാണ്? ഈ പറയുന്ന പോലെ ഫയൽ ചെയ്ത് വെക്കുകയാണ്. അത്രയേ ഉള്ളൂ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് കണ്ടെയ്ൻസ് ഔട്ട് പേഷ്യന്റ് ഫോം ആൻഡ് ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ അതിൽ എന്ത് ചെയ്ത് വെക്കാം? ഫയൽ ചെയ്ത് വെക്കാം കേട്ടോ. അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിക്വയർഡ്. ഇതിനോടൊപ്പം മറ്റുള്ള ഫോംസുകളും അറ്റാച്ച് ചെയ്ത് സൂക്ഷിക്കും. ഇതാണ് ഔട്ട് പേഷ്യന്റ് ഫോംസ് കേട്ടോ.
പിന്നെന്താണ് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഇടപാടുകളാണ് അല്ലെ, കത്തിടപാടുകളാകും, പല രീതിയിലുള്ള ഇന്ററാക്ഷൻസ്, ഇടപാടുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കറസ്പോണ്ടൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കി ഫോൾഡർ നോക്കിയിട്ട് നമുക്ക് ഔട്ട് പേഷ്യന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. നമ്മൾ ഔട്ട് പേഷ്യന്റ് ആ ഒരു ഇതെടുത്താൽ മതി. ഒരു പേഷ്യന്റിന് തന്നെ പലതായിട്ട് സബ് ഫോൾഡർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ട്. അപ്പൊ എന്താണെന്ന് വെക്കുമ്പോഴത്തെ ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഈസി ആയിട്ട് പലതും എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് സാധിക്കും. വിവരങ്ങള് നമുക്ക് ഈസി ആയിട്ട് ഔട്ട് പേഷ്യന്റ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഫോൾഡർ എടുത്തെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ കേട്ടോ. അപ്പൊ അടുത്തതാണ് കറസ്പോണ്ടൻസ്. നോക്കുക, ഇറ്റ് ഇൻക്ലൂഡ്സ് റെഫറൽ ലെറ്റർ ഫോം, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, കൺസൾട്ടേഷൻ ഫോം, consent to an investigations, pre-operative checklist before operation, notification of stillbirth form, birth notification, medical report, infection control form, incident report. ഈ പറയുന്ന എല്ലാ റിപ്പോർട്ടുകളും ഏതിനകത്തുള്ളതാണ്, കറസ്പോണ്ടൻസിനകത്ത് വരുന്നതാണ് കേട്ടോ. ജസ്റ്റ് അത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ, വേറെ അതിനെ കൂടുതലൊന്നും നോക്കാണ്ട. എന്തൊക്കെയുണ്ട് കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ റെഫറൽ ലെറ്റർ അല്ലെ, നമ്മൾ പഠിച്ചതാണ്. റെഫറൽ ലെറ്റേഴ്സ് ഒക്കെ പറഞ്ഞതാണ്. അത്തരം ഫോമുകൾ, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോമുകള്, പിന്നെ ഈ പറയുന്ന കൺസൾട്ടേഷൻ ഫോം, കൺസെന്റ് ഫോമുകള്, പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ അല്ലെ, ഓപ്പറേഷന് മുമ്പായിട്ടുള്ള പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഓപ്പറേറ്റീവ് റിപ്പോർട്ട് പറഞ്ഞപ്പോ സർജറിക്ക് മുമ്പായിട്ട് പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞില്ലേ, അതേ സംഭവം തന്നെയാണ് കേട്ടോ. പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ. പിന്നെ നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത് ഫോം. സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് ചാപ്പിള്ള എന്നുള്ള അർത്ഥമാണ്. ചാപ്പിള്ള, അതായത് എന്താ പറയാ, കുട്ടീനെ ഡെഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ പ്രസവിക്കില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പറയുന്ന സ്റ്റിൽ ബർത്ത് ഒക്കെ സംഭവിച്ചതിന്റെ അറിയിപ്പില് നോട്ടിഫിക്കേഷൻസ്, പിന്നെ ബർത്ത് നോട്ടിഫിക്കേഷൻസ്, മെഡിക്കൽ റിപ്പോർട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, ഇൻസിഡന്റ് റിപ്പോർട്ട്, ഇങ്ങനെ എല്ലാം അടങ്ങുന്നതാണ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിനകത്താണ്, ഈ ഒരു കാറ്റഗറിയിലാണ് ഈ പറയുന്നതെല്ലാം ഉൾപ്പെടുത്തുന്നത്. പിന്നെന്താണ് ഇൻവെസ്റ്റിഗേഷൻസ്. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ കൂടുതൽ എന്തായിരിക്കും, ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക്സ് ഒക്കെ ആയിരിക്കും അല്ലെ. ഡയഗ്നോസ്റ്റിക് രോഗനിർണയ എന്താ പറയുക റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞ് നമ്മള് വെക്കുന്നത് അല്ലെ. അപ്പൊ നോക്കുക, ആ രീതിയിലായിരിക്കും നമ്മളത് ഉൾപ്പെടുത്തുന്നത്. ഇൻവെസ്റ്റിഗേഷൻസിനകത്ത് എന്തൊക്കെയാ വരുന്നത്, contains laboratory mount sheets in which all laboratory reports are arranged in chronological order. ഈ പറയുന്ന എല്ലാ ലബോറട്ടറി റിപ്പോർട്ടുകളും അത് ക്രോണോളജിക്കൽ ഓർഡറിൽ കാലക്രമത്തില് എന്താണ് മൗണ്ട് ഷീറ്റ്സ് ആയിട്ട് ലബോറട്ടറി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. എന്താണ് മൗണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞാല്, മൗണ്ട് ഷീറ്റ് എന്ന് വെച്ചാൽ ശരിക്കും ഒരു കാർഡ്ബോർഡ് ഷീറ്റ്, ഒരു എന്താ പറയുക സ്പെസിഫിക് ഷീറ്റാണ്. അത് വന്നിട്ട് ഇപ്പം ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ലാബ് റിപ്പോർട്ട് ഉണ്ട്, റേഡിയോളജി റിപ്പോർട്ട് ഉണ്ട് അല്ലെ, കൺസൾട്ടേഷൻ ഫോമുകളുണ്ട്, പിന്നെ ഫിസിഷ്യൻ ഓർഡർ, അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ഈ പറയുന്ന ഓരോന്നിനും സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷീറ്റാണത്. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഓരോ കാര്യങ്ങള് പ്രത്യേകം നമുക്ക് സ്റ്റോർ ചെയ്യാനും ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. It contains the laboratory mount sheets in which all laboratory reports are arranged in chronological order. അതിനകത്ത് ലബോറട്ടറി മൗണ്ട് ഷീറ്റ്സ് ഉണ്ടായിരിക്കും. അതിനകത്ത് ലാബ് റിസൾട്ടുകളെല്ലാം അത് കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എക്സ്റേ മൗണ്ട് ഷീറ്റ്സ് വിത്ത് ഓൾ റേഡിയോളജി റിപ്പോർട്ട്സ് മൗണ്ടഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ അല്ലെ. അതുപോലെ തന്നെ ഈ പറയുന്ന എക്സ്റേ മൗണ്ട് ഷീറ്റ് ആകുമ്പോൾ എക്സ്റേസ് ഒക്കെ അല്ലെ ഈ പറയുന്ന ക്രോണോളജിക്കൽ ഓർഡർ അതിന് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ECG, EEG, പിന്നെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഫോംസ് ആൻഡ് എനി അതർ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വിച്ച് ആർ കെപ്റ്റ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. ഏത് ഓർഡറിലാണ് സൂക്ഷിക്കേണ്ടതെന്ന് കൂടെ പറയുന്നത്. ലാബ് റിസൾട്ടുകൾ ഉണ്ടല്ലോ, അത് ആദ്യം രേഖപ്പെടുത്താം കേട്ടോ. ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ ആദ്യം നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ലാബ് റിസൾട്ടുകളാണ്, ലാബ് എക്സാമിനേഷൻ റിസൾട്ടുകളാണ്, പിന്നെ എക്സ്റേസ്, പിന്നെ ECG, EEG, അൾട്രാസൗണ്ട്, ആ രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ലാബ് റിപ്പോർട്ടാണ്, പിന്നെ എക്സ്റേ, അതുപോലെ ECG, EEG, അൾട്രാസൗണ്ട് സ്കാനിങ്, ആ ഒരു ഓർഡറിൽ വേണം എന്ത് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് പ്രൊസീജിയേഴ്സിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ അസംബിൾ ചെയ്യേണ്ടത് കേട്ടോ. അടുത്തതാണ് ഇൻപേഷ്യന്റ്. ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഇറ്റ് കണ്ടെയ്ൻസ് അഡ്മിഷൻ, ഡിസ്ചാർജ് ഷീറ്റ്, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്, പ്രോഗ്രസ് നോട്ട്,
ഫിസിഷ്യൻ ഓർഡർ, അനസ്തേഷ്യ റെക്കോർഡ്, നമ്മൾ നേരത്തെ പഠിച്ച സംഭവങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത് കേട്ടോ. ഓപ്പറേഷൻ റിപ്പോർട്ട് ഫോം, റിക്കവറി റെക്കോർഡ്, ലേബർ റെക്കോർഡ്, ഡയബറ്റിസ് റെക്കോർഡ്, റീസസിറ്റേഷൻ റെക്കോർഡ്, പിന്നെ ICH എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഹെൽത്ത് റെക്കോർഡാണ് കേട്ടോ. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഹെൽത്ത് റെക്കോർഡ്, കുട്ടികളെ സംബന്ധമായിട്ടുള്ള ഹെൽത്ത് റെക്കോർഡ്സ്, ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ്, അതുപോലെ പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ്സ്, നഴ്സസ് നോട്ട്സ് ആൻഡ് ഒബ്സർവേഷൻ ചാർട്ട്സ്, മെഡിക്കേഷൻ റെക്കോർഡ്സ്, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്, intake and output and vital sign records and discharge summaries with the most remote admission filed on the bottom and most recent admission filed on the top. ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് ഏറ്റവും താഴെയായിട്ട് ഫയൽ ചെയ്ത് വെക്കുക, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മുകളിലായിട്ട് ഫയൽ ചെയ്ത് വെക്കുക. നമ്മൾ ആ ഒരു രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ. തോന്നിയ രീതിയിലല്ല, ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള കാര്യങ്ങളില്ല അതെപ്പോഴും താഴെ തന്നെ എപ്പോഴും ഫയൽ ചെയ്ത് വെക്കുക. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മുകളിൽ വരത്തക്ക രീതിയിൽ വേണം ഇത് ചെയ്ത് വെക്കാനായിട്ട്, അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഈ പറയുന്ന എല്ലാവിധ നമ്മൾ പറഞ്ഞ ക്ലിനിക്കൽ ഡാറ്റയുടെ ഒരുപാട് കാര്യങ്ങള്, ഒത്തിരി റിപ്പോർട്ടുകൾ അതിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. ഈ രീതിയിലാണ് ഇതെല്ലാം. ഈ 4 എണ്ണം കഴിയുമ്പോഴേക്കും ഫുൾ മെഡിക്കൽ റെക്കോർഡ് ആയി അല്ലെ. മെഡിക്കൽ റെക്കോർഡിലെ കംപ്ലീറ്റ് കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്, അപ്പൊ ഏത് രീതിയിലാണ് നമ്മൾ അസംബിൾ ചെയ്യേണ്ടത്, ആ അസംബ്ലിന്റെ അറേഞ്ച്മെന്റ് ആണ് പറഞ്ഞത്. ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്, ഈ രീതിയിൽ വേണം നമ്മൾ അസംബിൾ ചെയ്യാൻ. ഇങ്ങനെയൊക്കെ പ്രത്യേക അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേക വിവരങ്ങൾ അറിയണമെങ്കിൽ ഈസി ആയിട്ട് എടുക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലെ. ഔട്ട് പേഷ്യന്റിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നു, കറസ്പോണ്ടൻസിനകത്ത് എന്തെല്ലാം വരുന്നു, ഇൻവെസ്റ്റിഗേഷൻസിനകത്ത് എന്തൊക്കെയുണ്ട്, ഇൻപേഷ്യന്റിനകത്ത് എന്തൊക്കെയാണ്. ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഫുൾ ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആണ്. ഓക്കെ, അതിന് വേറെ വലിയ ചോദ്യങ്ങളൊന്നും അതിനകത്ത് വരാനില്ല കേട്ടോ. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഇതിനകത്ത് എന്താ വരുന്നത്, ഔട്ട് പേഷ്യന്റ് ഫോമും ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പും ആണ്. അത് ക്രോണോളജിക്കലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനിലാണ് എക്സ്റേ, ECG അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇൻപേഷ്യൻസിലാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഒരുവിധപ്പെട്ട റെക്കോർഡ്സുകളെല്ലാം ഇൻപേഷ്യന്റ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടല്ലോ? അടുത്തതാണ്, അപ്പൊ അത് കഴിഞ്ഞു, അസംബ്ലി കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫയലിംഗും സ്റ്റോറേജും ആണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അസംബ്ലി കഴിഞ്ഞു, കണ്ടന്റ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാത്തത് ഫയലിംഗ് മെത്തേഡ്, ഫയലിംഗ് ആൻഡ് സ്റ്റോറേജ് മെത്തേഡ്സ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്. അവിടെ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് ശ്രദ്ധിക്കാം. ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഇമ്പോർട്ടന്റ് അല്ലെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഈ അസംബ്ലിംഗ് ഉണ്ടല്ലോ, അതിന്റെ ഈ ഓർഡർ എന്ന് അറിഞ്ഞിരുന്നാൽ മതി. പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻ, ഇൻപേഷ്യൻ എന്നുള്ള ഓർഡർ മാത്രം അത് അറിഞ്ഞിരിക്കുക, വേറെ ഒന്നും വലിയ ഇതില്ല കേട്ടോ. ബാക്കിയുള്ളതൊന്ന് വായിക്കാം, മനസ്സിലാക്കി വെക്കാം. അടുത്തതാണ് ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫയലിംഗും സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. അപ്പോ there are several types of numbering and filing systems. അതായത് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് നമ്പറിംഗ്, ഫയലിംഗ് സ്റ്റോറേജിന് പ്രധാനമായിട്ടും 5 മെത്തേഡുകളാണ് അവർ പറയുന്നത്. 5 ടൈപ്പ് ഉണ്ട് കേട്ടോ. 5 ടൈപ്പ്, there are 5 types of ഫയലിംഗ് മെത്തേഡ്. ഇതൊക്കെയാണ് 5 ടൈപ്പ് ഫയലിംഗ് മെത്തേഡ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫയലിംഗ് മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. NB എടുത്ത് വെച്ചോളൂ, അത് ഇമ്പോർട്ടന്റ് ആണ്. 5 ടൈപ്പ് ആണ്. ഇതൊക്കെയാണ് 5 ടൈപ്പ് എന്ന് പറഞ്ഞത്. സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സ്ട്രൈറ്റ് ന്യൂമറിക് ഫയലിംഗ് സിസ്റ്റം, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഏതൊക്കെയാണ് പറഞ്ഞത്? സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സ്ട്രൈറ്റ് ന്യൂമറിക് ഫയലിംഗ്, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഇങ്ങനെ 5 ടൈപ്പാണ് എന്ത് ഫയലിംഗ് സിസ്റ്റം. 5 ടൈപ്പാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവ ഓരോന്ന് എന്താണുള്ളത് നമുക്ക് നോക്കാം. ഇത്രയും ഫുൾ പറയാൻ സമയം ഉണ്ടാവില്ല, ഒരെണ്ണം പറയാം കേട്ടോ. ഒരെണ്ണം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഫസ്റ്റ് സീരിയൽ നമ്പറിംഗ്. ആ പേര് സൂചിപ്പിക്കും, സീരിയൽ നമ്പർ. നമ്മൾ സാധാരണ സീരിയൽ നമ്പർ ആയിട്ട് 1 2 3 4 5 6 എന്ന് എഴുതില്ല, അത് തന്നെ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സീരിയൽ നമ്പറിംഗ് ഇത് ഏത് രീതിയിലാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് ഫയൽ ചെയ്ത് വെക്കുന്നത് കേട്ടോ. നമ്പറിംഗ് എങ്ങനെയാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്, ഏത് രീതിയിലാണ്, അത് 5 ടൈപ്പാണ്. ഒന്നാമത്തെ സീരിയൽ നമ്പറിംഗ് ശ്രദ്ധിക്കാം. In serial numbering, the patient is given a new number for each occasion of treatment
ബൈ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിന്റെ ആ പ്രത്യേകത നിന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഫൈലിംഗ് അല്ലെങ്കിൽ നമ്പറിംഗ് സിസ്റ്റം ആണെന്ന് നിങ്ങളോട് ചോദിക്കാം. ഇതിന്റെ ഏതെങ്കിലും തരും. എന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് നമ്പറിംഗ് സിസ്റ്റം ആണെന്ന് ചോദിക്കും. യൂണിറ്റ് നമ്പറിംഗ് ആണോ, സ്ട്രേറ്റ് ന്യൂമറിംഗ് ആണോ, ടെർമിനൽ ആണോ, മിഡിൽ ആണോ എന്നുള്ള ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. So അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഇൻ സീരിയൽ നമ്പറിംഗ് ദി പേഷ്യന്റ് ഈസ് ഗിവൻ എ ന്യൂ നമ്പർ ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ബൈ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഒരു രോഗിക്ക് ഈ പറയുന്ന എന്താണ് ചികിത്സയുടെ ഓരോ സന്ദർഭത്തിലും ചികിത്സയുടെ ഓരോ അവസരത്തിലും നമുക്ക് ഒരു പുതിയ നമ്പറാണ് കൊടുക്കുന്നത്. അത് വളരെ ശരിക്കും പറഞ്ഞ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് അല്ലെ. അതായത് ഒറ്റ നമ്പർ അല്ല അവിടെ കീപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പ്രാവശ്യം പോയി ആ സമയത്ത് രജിസ്റ്റർ ചെയ്ത് ഒരു നമ്പർ കിട്ടി, പിന്നെ കുറച്ച് 2-3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും രജിസ്റ്റർ ചെയ്ത് വീണ്ടും ഒരു നമ്പർ ഒക്കെ കൊടുക്കും. ആ രീതിയിൽ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് അവിടെ രോഗിക്ക് ആശുപത്രിയില് ചികിത്സയുടെ ഓരോ അവസരത്തിൽ, അതാണ് ഈച്ച് ഒക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ട്രീറ്റ്മെന്റിന്റെ ഓരോ അവസരത്തിലും എന്താണ് ഒരു പുതിയ നമ്പർ വീതം പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. പിന്നെന്താണ് 3 ഡിഫറെന്റ് നമ്പേഴ്സ് ആർ അലോട്ടഡ് ഇഫ് എ പേഷ്യന്റ് ഈസ് രജിസ്റ്റേർഡ് 3 times. ഒരു പേഷ്യന്റ് 3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 3 നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ രീതിയിൽ ഓരോ പ്രാവശ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓരോ നമ്പർ അങ്ങ് കൊടുക്കുകയാണ്. ആ രീതിയാണ് കേട്ടോ പറയുന്നത്. ഇഫ് എ പേഷ്യന്റ് ഈസ് രജിസ്റ്റേർഡ് 3 times 3 ഡിഫറെന്റ് നമ്പേഴ്സ് ആണ് അലോട്ട്. 3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 വ്യത്യസ്ത നമ്പറുകളായിരിക്കും അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ് ഓൾ നമ്പേഴ്സ് അലോട്ടഡ് ടു എ പേഷ്യന്റ് are recorded in the master patient index. Patient master index ഒക്കെ നമ്മൾ തുടക്കം ഈ ചാപ്റ്ററിൽ പഠിച്ചു കേട്ടോ. PMI patient master index ഒക്കെ ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞതാണ്. അപ്പൊ ഈ രോഗിക്ക് അനുവദിക്കുന്ന എല്ലാ നമ്പറുകളും ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ നമ്പറാണ് കൊടുക്കുന്നത്. ഈ രോഗിക്ക് അനുവദിക്കുന്ന എല്ലാ നമ്പറുകളും പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. ഓക്കെ. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ഓർമ്മയുണ്ടല്ലോ. ബേസിക് ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്നതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. ഓക്കെ. അപ്പൊ ഈ രോഗിക്ക് അനുവദിക്കുന്ന എല്ലാ നമ്പറുകളും ആർക്ക് കൊടുക്കാണ്, ഇതിനകത്ത് രേഖപ്പെടുത്തും, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് രേഖപ്പെടുത്തും. പിന്നെന്താണ് ബിക്കോസ് a new number is provided for each occasion of service. A new medical record is also developed. കാര്യം സേവനത്തിന്റെ ഓരോ പ്രാവശ്യം പുതിയ നമ്പർ കൊടുക്കുമ്പോൾ ഓരോ പുതിയ നമ്പറിന് അനുസരിച്ച് ഒരു പുതിയ മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു രോഗിക്ക് തന്നെ ഒരുപാട് റെക്കോർഡ്സ് അവിടെ ഉണ്ടാവും അല്ലെ. ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ ആ ഒരു നമ്പർ കൊടുക്കും, ആ നമ്പർ വെച്ചിട്ട് ഒരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. ഇനി വേറെ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ വീണ്ടും ഒരു പുതിയ നമ്പർ കൊടുക്കുന്നു, ആ നമ്പർ വെച്ച് ഒരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. ആ രീതിയിലാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ അവസരത്തിനും കൊടുക്കുന്ന നമ്പറാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് ഓരോ പുതിയ മെഡിക്കൽ റെക്കോർഡ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെന്താണ് the patient records are filed in as many places in the file as the number of times the patient has received care at the facility. അതായത് എത്ര പ്രാവശ്യം ആ രോഗിക്ക് പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ച് ഉള്ള രേഖകള് അത്രയും പ്രാവശ്യമാണ് ഫയൽ ചെയ്ത് വെക്കുകയാണ്. ഓരോ പ്രാവശ്യം ഇങ്ങനെ ഫയൽ ചെയ്ത് വെക്കുകയാണ്. അല്ലാണ്ട് ഒറ്റയായിട്ട് ഫയൽ ചെയ്ത് വെക്കുകയാണ് ഏറ്റവും കൺവീനിയന്റ് അല്ലെ. ഇങ്ങനെ വരുമ്പോ ശരിക്കും ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു മെത്തേഡ് ആരും ഫോളോ ചെയ്യാറില്ല. കാര്യം ഒന്ന് ആലോചിച്ചൊക്കെ ഒരു പേഷ്യന്റ് തന്നെ പലതവണ വന്നു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഓരോ റെക്കോർഡ് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരുപാട് പേഷ്യൻസ് വരുമ്പോഴത്തെ കാര്യം ഒന്ന് ആലോചിക്കുക. ആ രീതിയിലാണ് കേട്ടോ. ഇപ്പൊ അത്രയുള്ളൂ സീരിയൽ നമ്പറിംഗ്. മനസ്സിലായല്ലോ. സീരിയൽ നമ്പറിംഗ് എന്താ വെച്ചാൽ രോഗിയുടെ ഓരോ ചികിത്സയുടെ ഓരോ സിറ്റുവേഷനിൽ അവർക്ക് പുതിയ നമ്പർ വീതം കൊടുക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. 3 പ്രാവശ്യം ഒരു രോഗി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 നമ്പേഴ്സ് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ എന്താന്ന് വെച്ചാൽ രോഗിക്ക് അനുവദിച്ചു കൊടുക്കുന്ന എല്ലാ നമ്പറുകളും ആ രോഗിയുടെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് രേഖപ്പെടുത്തി വെക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചികിത്സയുടെ ഓരോ സന്ദർഭത്തിലും പുതിയ നമ്പർ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പുതിയ മെഡിക്കൽ റെക്കോർഡ്സുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ചിട്ടാണ് അവിടെ രേഖകൾ ഫയൽ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഫയലിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ രോഗി ഇത്ര പ്രാവശ്യം അവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അത്രയും വെച്ച് നമുക്ക് നിർത്താം കേട്ടോ. അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ബോറടിക്കുന്നുണ്ടല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വായിച്ചു നോക്കണോ കേട്ടോ.
നമ്മൾ ഈ ക്ലാസ്സിൽ കേട്ടത് മാത്രം പോരാ, നിങ്ങൾ വായിച്ചുകൂടെ നോക്കുക കേട്ടോ. ഈ ചാപ്റ്റർ വലിയ കുഴപ്പമില്ല. ഓക്കെ ഈ ചാപ്റ്റർ വലിയ പ്രശ്നമൊന്നുമില്ല, കവി വൽക്കൊണ്ടെന്നുള്ളൂ. പക്ഷെ ഇത് വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. പുറമെ മെഡിക്കൽ റെക്കോർഡായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അല്ലെ. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ക്വാളിറ്റി അഷ്വറൻസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. ബോറടിക്കുന്നില്ല. ഓക്കെ എന്നാ ശരി കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കി അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. ശരി, താങ്ക് യു.